ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തിനായ പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവമേ നിന്റെ സന്നിധാനത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എൻ്റെ ദൈവം തമ്പുരാനടിന് ബലനും സൗഖ്യവും കൃപയും ആരോഗ്യവും ദീർഘായുസ്തി തന്നനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ സ്തോത്രം. ശരീരത്തിൽ പല ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ, പോരാട്ടങ്ങൾ ഇരുന്നാലും അതൊന്നും ഗണ്യമാക്കാതെ നിന്റെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കണ്ണുനീർ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വേദനയോട് ദുഃഖത്തോട് നെടുവീർപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിന്റെ വാതുക്കൾ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ, കൈകളെ ഉയർത്തുവാൻ, സ്തുതിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, കേരളത്തിലും ഇന്ത്യയിലും പല രാജ്യങ്ങളിലുമായി ഇരുന്ന് കണ്ണുനീരോട് വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കാൻ പോകുന്നു, എവിടെ പോയി നിൽക്കും, എന്ത് അവസാനിക്കും, ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ അനേകർ പല രീതിയിലുണ്ട്. കർത്താവേ സ്തോത്രം. ഫൈനാൻഷ്യൽ രീതിയായി രോഗികളായി പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ, തലചായ്ക്കുവാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ കുഞ്ഞുങ്ങളുടെ ഭാവികളെ ഓർത്ത് ദൈവമേ കർത്താവേ കണ്ണുനീരുന്ന മാതാപിതാക്കൾ, പല രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് ക്ഷീണിതരായി കടന്ന് മരണത്തോട് പോരാടുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരും കൈവിടപ്പെട്ടവർ, ഒതുക്കപ്പെട്ടവർ, ആരുമില്ലാത്തവർ, ഇങ്ങനെ ഒത്തിരി പേര് ഈ പ്രാർത്ഥനയിലുണ്ട്. കർത്താവേ, അവരെല്ലാം എവിടെ ഇരുന്നാലും, ഏത് സ്ഥലത്തിരുന്നാലും, ഏത് രാജ്യത്തിരുന്നാലും, ഏത് ഭവനത്തിലിരുന്നാലും അവരെല്ലാം നീ കാണുന്ന ദൈവമായിരിക്കാലും സ്തോത്രം. നിന്റെ കൺകൾക്ക് മറവാനത് ഒന്നുമില്ല പച്ച. അവരവരായിരിക്കുന്ന സ്ഥാനത്തിൽ ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സന്തോഷവും ദൈവത്തിന്റെ ആനന്ദവും നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ, രുചിക്കുവാൻ എൻ്റെ അപ്പച്ചൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നിൽ മാത്രമാണ് ആശ്രയം വെച്ചത്. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല പച്ച. ഞങ്ങൾക്ക് വിളിക്കാനോ കരയാനോ പറയാനോ, ഞങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് ചോദിക്കാനോ ഒന്നും ഈ ലോകത്തിൽ ആരുമില്ല. നീ അല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ആരുമില്ല. നീയാണ് ഞങ്ങളുടെ അഭയം, നീയാണ് കർത്താവേ ഞങ്ങൾക്ക് എല്ലാത്തിനും എല്ലാതായിരിക്കുന്ന ദൈവം. ആയതുകൊണ്ട് നിന്റെ പാദപീഠത്തിൽ കടന്നു വരികയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ ഒരുത്തരെയും നീ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുതേ, മറക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ അതിനെയും ബലപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനർനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1199 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നടത്തി, ഇനിയും കർത്താവ് നമ്മളെ നടത്തും. ഒരു വാക്യം നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. 138 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം. 138 സങ്കീർത്തനം 7-ാമത്തെ വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രു ക്രോധത്തിന് നേരെ നിന്റെ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. ഇത്രമാത്രം വിശ്വാസത്തിന്റെ പോർമുനയിൽ നിന്നുകൊണ്ടാണ് ഈ വാക്ക് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വേണം. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പാടുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, മരണങ്ങൾ വരുമ്പോൾ, എല്ലാം നമുക്ക് പ്രതികൂലമായി മാറുമ്പോൾ നമ്മുടെ നാക്ക് കൊണ്ട് നമ്മൾ പറയേണ്ടത്, നമ്മുടെ അതരം കൊണ്ട് പറയേണ്ടത് വിശ്വാസ വാക്കുകളാണ്. ദൈവത്തെ ഒരു നാൾ നമ്മൾ താഴ്ത്തി പറയരുത്. വിശ്വാസം നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറരുത്. ഇവിടെ പറയുന്നത് കണ്ടോ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഇതാണ് ഒരു വിശ്വാസം. ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് നമുക്ക് സഹായിക്കും. ദൈവത്തിൻ്റെ ഉള്ളം അങ്ങ് പെട്ടെന്ന് ഉടയുന്നൊരു ഉള്ളമാണ്, തകരുന്നൊരു ഉള്ളമാണ്. നമ്മളങ്ങോട്ട് കണ്ണുനീർ തൂകുന്ന ഉടനെ മനസ്സങ്ങ് അലിഞ്ഞു പോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനത്തെ വാക്ക് വേണം പറയാൻ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. കർത്താവ് കൈ നീട്ടി. എന്തിനാ? ഒരു ശത്രുവിനെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരുത്തരം നിന്റെ അരികത്തോട്ട് വരാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കത്തില്ല. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. അവൻ്റെ എല്ലാ ചതിയിൽ നിന്നും, അവൻ്റെ എല്ലാ പോരാട്ടത്തിൽ നിന്നും, അവൻ കൊണ്ടുവരുന്ന സകലത്തിൽ നിന്നും ദൈവത്തിൻ്റെ വലം കൈ നമ്മളെ രക്ഷിക്കും. ഒരു ദുഷ്ടനും നിങ്ങളെ തൊടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരാപത്ത് നിങ്ങൾക്ക് വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു വിധത്തിൽ നിങ്ങൾ തളർന്നോ ക്ഷീണിച്ചോ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇത് നിശ്ചയമായിട്ടും നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ വിശ്വസിക്കണം. അവിടാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ അതിനകത്ത് പറയുന്നതാണ്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എത്ര പേര് ഏറ്റെടുക്കാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ സകല വിഷയത്തിനും ഇന്നൊരു സമാപ്തി വരികയാണ്. ദൈവം ഒരു വിടുതൽ തരികയാണ്. ഒരു അത്ഭുതം ദൈവം പ്രവർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. യഹോവേ നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. നിശ്ചയമാ കർത്താവിന്റെ ദയ നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ തൃക്കൈയുടെ പ്രവൃത്തി അവൻ ഉപേക്ഷിക്കത്തില്ല. തൻ്റെ കരം കൊണ്ട് ചെയ്യ വേണ്ടിയ കാര്യങ്ങൾ തൻ്റെ വാ കൊണ്ട് പറഞ്ഞത് തൻ്റെ കരം കൊണ്ട് നമുക്ക് ചെയ്യുന്നൊരു ദൈവമാണ്. വാ കൊണ്ട് പറഞ്ഞ് നമ്മളെ കളിപ്പിക്കുന്ന ദൈവമല്ല. വാ കൊണ്ട് പറഞ്ഞെങ്കിൽ കൈകൊണ്ട് ചെയ്ത് അത് നിവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ പതറരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ തളർന്നു പോകരുത്, ഒന്നുകൊണ്ടും വിഷമിക്കരുത്.
വിഷമിക്കരുത്, മനം പതറാൻ വിട്ടുകൊടുക്കരുത്, കലങ്ങാൻ വിട്ടുകൊടുക്കരുത്, നശിക്കരുത്, സോർന്നു പോകരുത്. കർത്താവിന്റെ സ്നേഹത്തെ വിട്ട്, കർത്താവിന്റെ സമൂഹത്തെ വിട്ട്, അവന്റെ വചനത്തെ വിട്ട് ഒരു നാളും നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. എത്രമാത്രം വ്യക്തമായിട്ട് അവർ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഇന്ന് കഷ്ടതയിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, കരയുന്നവർ ഒത്തിരി പേരുണ്ട്. ജീവിക്കാൻ ഒരു വഴിയില്ല, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഇപ്പം നമ്മൾ വയനാട് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ, വയനാട് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ കഷ്ടപ്പെട്ട് ജീവനെ കൊടുത്ത് രക്തം ചിന്തി ആശയോട് എങ്ങനെങ്കിലും തലചായ്ച്ച് സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങാൻ പണിത ഭവനങ്ങൾ, എന്തോരം ഭവനങ്ങളാണ് നശിച്ചിരിക്കുന്നത്, എന്തോരം മക്കളാണ് നശിച്ചു പോയി. ഇപ്പോൾ ഭവനമുണ്ട്, സ്വത്തുണ്ടെങ്കിൽ അനുഭവിക്കാൻ ആരുമില്ലല്ലോ. എന്തോരം നാശനഷ്ടങ്ങളാണ് നമ്മുടെ ദേശത്ത് ഇപ്പം നടക്കുന്നത്, എന്തോരം മരണങ്ങൾ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നിന്റെ കൈ നീട്ടും, നിന്റെ കൈ എന്നെ രക്ഷിക്കും. ധൈര്യമായിട്ട് പറയണം, കർത്താവ് നിങ്ങളെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നെല്ലാം രക്ഷിക്കുന്ന ഒരു ദൈവമാണ്, വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരത്തിൽ കൊടുക്കാം, നമ്മുടെ ഭവനത്തെ കർത്താവിന്റെ കരത്തിൽ കൊടുക്കാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലെ അപ്പച്ചന്റെ കയ്യിലോട്ട് കൊടുത്ത്, അപ്പച്ച എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, ഞാനിതിന് പ്രാപ്തിയുള്ളവനല്ല, ഞാനൊരു ക്ഷീണിതനാണ്, ഒരു ബലഹീന പാത്രമാണ്, എനിക്കൊരു ശക്തിയുമില്ല, ഒരു പ്രാപ്തിയുമില്ല, എനിക്കുള്ള വിദ്യാഭ്യാസമില്ല, പണമില്ല, ജോലിയില്ല, വരുമാനമില്ല, ഒന്നുമില്ല. എങ്കിലും എനിക്കുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭവനം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. എൻ്റെ രോഗങ്ങൾ പ്രയാസങ്ങളെല്ലാം നിന്റെ കരത്തിൽ ഞാൻ കൊണ്ട് കൊടുക്കുകയാണ്. നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. എൻ്റെ കർത്താവ് പറയുന്നത്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നിശ്ചയമായിട്ടും നിങ്ങളെ കൊണ്ട് എഴുതി വയ്ക്കാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റുമോ? ചിലതെല്ലാം ഇന്ന് സമാപ്തി വരാൻ പോവുക. അനേകരുടെ കുടുംബത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കാൻ പോവുക. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, ജോലി സ്ഥലത്ത്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മുഖത്ത്, ഏതെല്ലാം വിഷയത്തിന്റെ മുഖത്ത് നിങ്ങൾ തോറ്റിരിക്കുന്നു, അവിടെ എല്ലാം കർത്താവിന്റെ കരമിപ്പ് ഇറങ്ങി വരികയാണ്. അയ്യോ, ഇത് കൈവിട്ട് പോയി, ഇനി പ്രത്യാശയ്ക്ക് വഴിയില്ല, എന്തുകൊണ്ട് ഇനി മുന്നോട്ട് പോകും, എന്ത് ചെയ്യും എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ഈ പ്രാർത്ഥന കേൾക്കുക. നിങ്ങളങ്ങോട്ട് നിങ്ങൾക്ക് സ്വന്തമായി ഈ ആലോചന ഏറ്റെടുക്കുക. എൻ്റെ ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ ദൂതാണ്, ദൈവത്തിന്റെ വാക്കാണ്, ദൈവം എന്നോടാണ് സംസാരിക്കുന്നത്. അങ്ങോട്ട് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു വലിയ അത്ഭുതം നിങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കും. പല വിധത്തിലായിരിക്കും നീ മുറിവേറ്റ് കിടക്കുന്നത്. ഒരു മുറിവാണേ പറവയല്ല, പല രീതിയിൽ നീ മുറിവേറ്റ് കിടക്കുകയാണ്. നിന്റെ മുറിവ് വലിയ മുറിവാണ്. അതിനെ പൊറിപ്പിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല, അതിനുള്ള ഔഷധം ആരുടെ കയ്യിലുമില്ല. ഇന്നും നിന്നെ മുറിവേൽപ്പിക്കുന്നവരല്ലാതെ നിന്റെ മുറിവെ പൊറിപ്പിക്കാൻ ആരും ഈ ലോകത്തിൽ ഇല്ലാതിരിക്കും. നീ തകർന്നു കിടക്കുക, കരഞ്ഞു കിടക്കുക. നിനക്കിനി കരയാൻ തലയിൽ കണ്ണുനീരില്ല, നിന്റെ തലയെല്ലാം ഉണങ്ങിക്കിടക്കുന്നു, കണ്ണെല്ലാം ഉണങ്ങിക്കിടക്കുന്നു, കരയാൻ നിനക്ക് ബലമില്ല. ഉപവസിച്ചിന്റെ കുടലെല്ലാം ചുരുങ്ങിക്കിടക്കായിരിക്കും, മുട്ടെനിക്കാൻ നിന്റെ മുട്ടിന് ബലമില്ലായിരിക്കും. കൈ അങ്ങോട്ട് ഉയർത്തിയോ കൈ തട്ടിയോ ആരാധിക്കുവാൻ നിന്റെ ശരീരം ക്ഷയിച്ചു പോയിരിക്കും. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കർത്തർ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നിന്റെ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. എത്ര പേരെ കൊണ്ട് പറയാൻ പറ്റും? കർത്താവിന്റെ വലതുകരം നിങ്ങളെ രക്ഷിക്കാൻ വരികയാണ്, നിങ്ങളെ വിടുവിക്കാൻ വരികയാണ്. കർത്താവിന്റെ വലിയ മഹത്വം നിങ്ങളിൽ ഇപ്പോൾ വെളിപ്പെടാൻ പോകുകയാണ്. തന്റെ പ്രിയമുള്ള കരം, ആ ദയവുള്ള കരം, ആ വിടുവിക്കുന്ന കരം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ അതേ പ്രവർത്തിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുന്നിൽ, വേദനയുടെ മുന്നിൽ, കണ്ണുനീരിന്റെ മുന്നിൽ, രോഗത്തിന്റെ മുന്നിൽ എല്ലാ കർത്താവ് ഇപ്പോൾ വെളിപ്പെട്ട് നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഈ അതിരാവിലെ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ചല്ലോ, ബലം തന്നല്ലോ കർത്താവേ. ശരീരത്തിൽ ഒത്തിരി ക്ഷീണങ്ങൾ, ഒത്തിരി അലച്ചിൽ, ഒത്തിരി പ്രയാസങ്ങൾ ഇരുന്നും ദൈവമേ വിടുതലോടെ പ്രാർത്ഥിക്കാനുള്ള ശക്തി ശരീരത്തിൽ ഇല്ലെങ്കിലും നിന്റെ കുഞ്ഞുങ്ങൾ വിടുന്ന കണ്ണുനീരും അവിടെ നെടുവീർപ്പും കാണുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ അനേക ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്, കണ്ണുനീരോടെ കിടക്കുകയാണ്. ആരെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയുമോ, ആരെങ്കിലും എനിക്കൊരു വാക്ക് പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞ് കർത്താവേ സ്തോത്രം. ഇടത് കൈക്കും വലത് കൈക്കും വ്യത്യാസമില്ലാതെ കാക്കെറിഞ്ഞ് കല്ലുപോലെ ചെതറിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾ ദേശത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും, ഏത് രാജ്യത്തിലിരുന്നാലും, എവിടെ ഇരുന്നാലും അപ്പച്ചാ അവരെ കാക്കണമേ, സൂക്ഷിക്കണമേ. അവിടെ എവിടെങ്ങളിൽ യുദ്ധങ്ങൾ ആരംഭിച്ചിരിക്കുന്നു കർത്താവ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ എവിടെങ്ങളിൽ ഭയങ്കരമായ വിപത്തുകളും ആപത്തും നടന്നുകൊണ്ടിരിക്കുന്നു, ഉരുൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ദേശം മുഴുവനും കർത്താവെ വെള്ളത്തിനാൽ മുങ്ങുന്നു, സകലവും നശിക്കുന്നു. ഒരു മനുഷ്യന് പോലും സമാധാനമില്ല, സന്തോഷമില്ല. എന്ത് നടക്കും, ഏത് നടക്കും ആർക്കും അറിയത്തില്ല. എല്ലാവരും നെടുവീർപ്പെടുന്നു.
എല്ലാവരും കണ്ണുനീര് കുടിക്കുന്നു, എല്ലാവരും കഷ്ടപ്പെടുന്നു, എല്ലാവരും കൺകലങ്ങിയിരിക്കുമ്പോൾ ഈ ഒരു വാക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ആലോചനയായി, ബലനായി, സുഖമായി, ആരോഗ്യമായി, അവരെ ബലപ്പെടുത്തുന്നതായി, അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതായി ഈ പ്രാർത്ഥന പോയി ചേരട്ട് കർത്താവേ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുത് പച്ച, മറക്കരുതേ, മറക്കരുതേ, മറക്കരുതേ. ഒരു നാൾ എന്റെ കുഞ്ഞുങ്ങളെ കൈവിടരുത് പച്ച. കർത്താവേ സ്തോത്രം. ആശ്വാസത്തിന് വേണ്ടി ഒരുവരുമില്ലപ്പ, ആശ്വസിപ്പിക്കാൻ ഒരുവരുമില്ലപ്പ. ദൈവമേ, തകർന്നു കിടക്കുന്നു, തളർന്നു കിടക്കുന്ന പച്ച, ഓടിച്ചെല്ലണമേ, ഓടിച്ചെല്ലണമേ. നിന്റെ ശക്തി കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പകരണമേ. നിന്റെ ബലത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ, നിന്റെ കൃപയാൽ നിറയ്ക്കണമേ, നിന്റെ ദയവാൽ നിറയ്ക്കണമേ. നിന്റെ സന്തോഷത്തെ സമാധാനത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ കൊടുക്കണമേ. അവർക്ക് അന്നവസ്ത്രം കൊടുക്കണമേ, തലചായ്ക്കാൻ ഇടം കൊടുക്കണമേ. കർത്താവേ, തകർക്കപ്പെട്ട് കിടക്കുന്ന, ഉടയ്ക്കപ്പെട്ട് കിടക്കുന്ന, നശിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നിന്റെ കരങ്ങളൊന്ന് തൂക്കി എടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെ ഉപേക്ഷിക്കാതെ, ഒരുത്തരെ കൈവിടാതെ, ഒരുത്തരെയും കർത്താവെ മറന്നു വിടാതെ എല്ലാവരും നിന്റെ മാർഗോട് ചേർക്കണമേ. നിന്റെ സന്നിധാനത്തിൽ കൊണ്ട് വയ്ക്കണമേ. നിന്റെ കരം അവർക്ക് നന്മ ചെയ്യണം അപ്പച്ച. ഇവിടെ ഞങ്ങൾ വായിക്കുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്ന് പറഞ്ഞല്ലോ. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഒരു അത്ഭുതം നടക്കട്ടെ, ഒരു സമാപ്തി ഉണ്ടാകട്ടെ, ഒരു വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ സന്തോഷവും സമാധാനവും ആനന്ദവും അനുഭവിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, മുറിവുകൾ പൊറുക്കുവാൻ, കണ്ണുനീരുകൾ വറ്റുവാൻ, തുടയ്ക്കുവാൻ കർത്താവേ നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. എവിടെല്ലാം കുഞ്ഞുങ്ങൾ കിടക്കുവാൻ, തലചായ്ക്കാൻ സ്ഥലമില്ല, എല്ലാം നശിച്ചു, എല്ലാം തകർന്നു, തരിപ്പണമായി, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. കർത്താവേ നീ അത്ഭുതം പ്രവർത്തിച്ചാട്ട്, അത്ഭുതം പ്രവർത്തിച്ചാട്ട്. വിടുതലിന്റെ കരം നീട്ടിക്കാട്ട്, നിന്റെ സമാധാനത്തിന്റെ കരം ഒന്ന് നീട്ടിക്കാട്ട പച്ച. ദൈവമേ, രാത്രി കിടന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഉറക്കമില്ല. രാത്രി മഴ വരുമോ, വെള്ളം വരുമോ, ഉരുൾപൊട്ടുമോ? അതേ കർത്താവേ സ്തോത്രം. എന്ത് സംഭവിക്കും? യുദ്ധങ്ങളും അവിടെ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. കർത്താവേ, രാത്രി എന്ത് സംഭവിക്കും? രാത്രി കിടക്കാൻ പറ്റുമോ, ഉറങ്ങാൻ പറ്റുമോ, നാളെ എഴുന്നേൽക്കുമോ? എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പരിഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ധൈര്യമായിരിക്കട്ടുമേ, ധൈര്യമായിരിക്കട്ടുമേ. ഓ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നിന്റെ നീ കൈ നീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. ഏത് ആപത്ത് വന്നാലും, ഏത് അനർത്ഥം വന്നാലും, മരണം വന്നാലും നിന്റെ വലങ്കൈ ഞങ്ങളെ രക്ഷിക്കും അപ്പച്ച. നിന്റെ വലങ്കൈ ഞങ്ങളെ രക്ഷിക്കും, നിന്റെ വലങ്കൈ ഞങ്ങളെ രക്ഷിക്കും. കർത്താവേ സ്തോത്രം. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്നുള്ള ജീവനുള്ള വാക്ക് നിന്റെ കുഞ്ഞുങ്ങളുടെ അതരങ്ങളിൽ വരട്ടുമേ, ഹൃദയത്തിൽ നിന്ന് വരട്ടുമേ. ദൈവത്തെ സ്തുതിക്കട്ടുമേ, ദൈവത്തെ ആരാധിക്കട്ടുമേ, ദൈവത്തെ ഉയർത്തട്ടുമേ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടും അപ്പച്ച. ഓ, നിന്റെ ശക്തിയും ബലനും കൃപയും സമാധാനവും സന്തോഷവും ആരോഗ്യവും ശരീര സുഖവും സൗഖ്യവും എല്ലാം നിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം. മാതാപിതാക്കളെ ഓർക്കുകയാണ്. അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പച്ച. രോഗികളായി ക്ഷീണിതരായി കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. രോഗികൾക്ക് വേണ്ടി കരയുന്നവരുണ്ട്. മരണത്തിന് നിമിത്തമായി മുറിവേറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. എല്ലാം തകർന്നവരുണ്ട്, തരിപ്പണമായവരുണ്ട്. കർത്താവേ, നിൽക്കുവാൻ ബലനില്ല. കർത്താവെ, പാടുവാൻ ശക്തിയില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയില്ല, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയില്ല, മുട്ട നിൽക്കാൻ കഴിയില്ല. ദൈവമേ സ്തോത്രം. സകലവും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കുഞ്ഞുങ്ങളതിനകത്ത് ഉണ്ടപ്പച്ച. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരെ കൊണ്ട് സ്തുതിക്കാനോ പാടാനോ പ്രാർത്ഥിക്കാനോ പറ്റത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, അവർ മുറിഞ്ഞു കിടക്കുകയാണ്, തകർന്നു കിടക്കുകയാണെങ്കിൽ അവരുടെ മുറിവുകൾ പൊറിപ്പിക്കാൻ ഞാൻ കരയുകയാണ്, അവരുടെ വേദനകളെ മാറ്റുവാൻ ഞാൻ കരയുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. എന്റെ അപേക്ഷ തള്ളിക്കളയരുതേ, എന്റെ പ്രാർത്ഥന തള്ളിക്കളയരുതേ. നിന്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ അപ്പച്ച. ഒരു പ്രാവശ്യങ്ങളുടെ മനസ്സലിയണമേ. ഒന്ന് ഇറങ്ങി വരണമേ, ഒന്ന് തൊടണമേ. ആശ്വാസത്തിന്റെ കരം കുഞ്ഞുങ്ങളെ താവേ തലോടണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പച്ച. ഒന്ന് തലോടണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശന്ന് കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആഹാരം കൊടുത്താട്ട്, വസ്ത്രമില്ലാത്തവരുണ്ടെങ്കിൽ വസ്ത്രം കൊടുത്താട്ട്, ജോലിയില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ തുറന്നു കൊടുത്താട്ട്, വിവാഹത്തിന് വേണ്ടി കർത്താവെ പ്രായപൂർത്തി കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള வாழ்க்கைയിൽ ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴികളെ ഒരുക്കി കൊടുത്താട്ട്, ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ചിരിക്കുന്നെങ്കിൽ അവർ ഒന്നിച്ചു ചേരട്ടെ. അപ്പനമ്മ കുഞ്ഞുങ്ങൾക്കുള്ള വഴക്കമല്ലുകൾ വഴക്കുണ്ടാവെ പിരിവിനെ ആണെങ്കിൽ അവർ ഒന്നിച്ചു ചേർന്ന് സന്തോഷമായി കൈകോർത്ത് നിൽക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട്. ഏതെല്ലാം നഷ്ടപ്പെട്ട്, ഏതെല്ലാം കൈവിട്ടു പോയി, ഏതെല്ലാം തകർന്നു പോയി, ഏതെല്ലാം തരിപ്പണമായി, ഏതെല്ലാം പ്രത്യാശയില്ലാതെ പോയി, ഇനി വിശ്വസിക്കാൻ വഴിയില്ല, അത് കൈവിട്ട് പോയി, ദൂരം പോയി, കണ്ണിന്റെ അപ്പുറത്ത് പോയി, അങ്ങനെ നിൽക്കുന്നതെല്ലാം മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ, തിരിഞ്ഞു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞുങ്ങൾക്ക് വന്നത് ചേരട്ടെ വെച്ച. അവരുടെ കയ്യിൽ നിന്ന് പോയതെല്ലാം തിരിച്ചു വരട്ടെ, അത് 2 മടങ്ങായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിയാത്തവർക്ക് പ്രാർത്ഥികളുടെ ബലം കൊടുത്താട്ട്, ശക്തി കൊടുത്താട്ട്, കൃപ കൊടുത്താട്ട്, നിലനിൽക്കുവാനുള്ള കൃപ കൊടുക്കണമേ. വീണു പോകാൻ സമ്മതിക്കരുതേ, താളടിയാൻ സമ്മതിക്കരുതേ. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ നടിയന്റെ പ്രാർത്ഥന ഉപേക്ഷിക്കരുതേ, എന്റെ അപേക്ഷ തള്ളിക്കളയരുതേ, എന്റെ കണ്ണുനീർ നീ മറുകടന്ന് പോകരുതേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാൻ
പറയുവാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാചിക്കുവാൻ, കർത്താവേ നിന്റെ മുന്നിൽ മുട്ടുമടക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരങ്ങളെ ഉയർത്തുവാൻ, അപേക്ഷിക്കുവാൻ, കർത്താവെ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുവാൻ, മനഃപൂർവ്വമായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ നിന്റെ പാദത്തുനിന്ന് കർത്താവെ യാചിക്കാനുള്ള ശക്തിയും ബലനും അടിന് നീ തന്നല്ലോ. എന്റെ പ്രാർത്ഥന തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുത് അപ്പച്ച. ദേശത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് എന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നു, അവർക്കെല്ലാം ഇത് ആശ്വാസമായി, സന്തോഷമായി, സമാധാനമായി എന്റെ കർത്താവ് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുത്തരും കൈവിടരുതേ, ഒരുത്തരും തകർന്നു പോകരുതേ, ഒരുത്തരും നഷ്ടപ്പെട്ടു പോകരുത്, ഒരു ഭവനം ഇടിഞ്ഞ് തകർന്നു പോകരുത് അപ്പച്ച. കരങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതം നടക്കട്ടെ. സന്തോഷം, സമാധാനം, ആനന്ദം എന്റെ കുഞ്ഞുങ്ങൾ കൊടുത്താട്ട്, സൗഖ്യം കൊടുത്താട്ട്, ദീർഘായുസ് കൊടുത്താട്ട്, അന്നവസ്ത്രം കൊടുത്താട്ട്, എല്ലാവരത്തിലും അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തണമേ. അതിന്റെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം, നടത്തിയെന്ന വിധങ്ങൾക്കായി സ്തോത്രം. സകല മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ദയവിച്ച് ഈ വാക്യം വായിക്കണം, ഈ പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ ശക്തിക്ക് മേലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തൊണ്ടയില്ല, കർത്താവ് സ്തോത്രം. പ്രസംഗിച്ച് ഒത്തിരി ക്ഷീണിതനായിരിക്കുകയാണ്. ഇരിക്കുന്ന ജീവനെ ഊറ്റി നിങ്ങൾക്ക് വേണ്ടി അടിവയറ്റി നിർത്താൻ ഈ പ്രാർത്ഥിക്കുന്നത്. നിശ്ചയമാ എൻ്റെ അപ്പച്ചനെ ഈ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും യേശപ്പച്ചൻ അത്ഭുതം പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.